Good afternoon. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിസ് ഉള്ള ഒരാളെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇന്ന് ഇതിനകത്തുള്ള എല്ലാരും മലയാളികളെ മാത്രമല്ലേ ഉള്ളൂ? എല്ലാരും മലയാളികളല്ലേ? യെസ് മാം, നമ്മുടെ തന്നെ സ്റ്റാഫുകളും എല്ലാം ഉണ്ട്, എല്ലാവരും മലയാളികളാണ്. ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഡയബറ്റീസ്, അതിനെ എങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മുടെ ഗ്ലൈസിമിക് ടാർഗറ്റ്സ് നമ്മൾ വെക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ പേഷ്യന്റിന് എന്തൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കണം, നമ്മൾ നഴ്സിംഗ് കെയറിൽ വേറെ എക്സ്ട്രാ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എമർജൻസീസ് ഡയബറ്റീസിൽ വരാൻ പറ്റുന്നത്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഡയബറ്റീസ്? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒത്തിരി കാണുന്നതല്ല, മിക്കവർക്കും ഡയബറ്റീസ് ഉണ്ട്. ആൻഡ് ഓൾ അറൌണ്ട് ഇപ്പൊ നമ്മൾ ഒരു 5 പേരെ കണ്ടാൽ അതിൽ 3 പേർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടാകും. എസ്പെഷ്യലി പ്രായമായവരിൽ അത് വളരെ കൂടുതലാണ്. അപ്പം ഇറ്റ്സ് എ ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ, അതായത് നമ്മുടെ ബോഡിക്ക് ഷുഗറിനെ മെറ്റബലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും, ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂടുതലായിരിക്കും. ആൻഡ് ഇത് ഒന്നെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാം, അതല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകാം. അപ്പം ഇതിന് പല പല സിംറ്റംസ് ഉണ്ട്. ചിലർക്ക് ഡിസിനസ് വരാം, ചിലർക്ക് ഭയങ്കരമായിട്ട് ഹലോ 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 നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ആരാണ് സംസാരിക്കുന്ന വെച്ചാൽ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പം ഇതിന് പല ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, അത് ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷെ ടൈപ്പ് 1 യൂഷ്വലി ചിൽഡ്രനിലാണ് കാണുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മൾ കൂടുതലും പ്രായമായതിൽ കാണുന്നത്. അത് കൂടുതലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്നതാണ്. ചിലർക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റീസ് പിന്നെയും അങ്ങ് ഫ്യൂച്ചറിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് ചില അസുഖത്തിന്റെ ചികിത്സയിൽ ഇപ്പൊ സ്റ്റിറോയിഡ് ഇൻഡ്യൂസ് ഡയബറ്റീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എൻഡോക്രൈൻ അസുഖം വരുന്നതിന്റെ ഭാഗമായിട്ടും സെക്കൻഡറി ഡയബറ്റീസ് വരാവുന്നതാണ്. അപ്പം ഈ ഡയബറ്റീസ് വരാനായിട്ട് പല പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് മോഡിഫയബിളും നോൺ മോഡിഫയബിളും ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. മോഡിഫയബിൾ അല്ലാത്ത റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വി ആർ നോട്ട് സോ ബോതേർഡ് അബൌട്ട് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. പക്ഷെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സച്ചസ് നമ്മുടെ പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മുടെ സ്മോക്കിംഗ് ഹാബിറ്റ്, വെയിറ്റ് മാനേജ്മെന്റ്, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി കുറയ്ക്കുക, പിന്നെ സ്റ്റിറോയിഡ്സ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കഴിക്കുക, ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ അവോയ്ഡ് ചെയ്യുക, പിന്നെ നമ്മുടെ ഡയബറ്റീസ്, കൊളസ്ട്രോൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൺട്രോളിൽ വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഡയബറ്റീസിൽ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് യൂറിനേഷൻ വരാം, ഇൻക്രീസ് തേഴ്സ്റ്റ്, ഇൻക്രീസ്ഡ് ഹങ്കർ, പോളിയൂറിയ. പിന്നെ ഈ 3 ക്ലാസിക് ട്രയഡ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് യൂറിനേഷൻ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ഇൻക്രീസ്ഡ് ഹങ്കർ ആണ്. ഇത് കൂടാതെ പ്രായമായവരിൽ എപ്പോഴും ഈ 3 സിംറ്റംസ് വരണമെന്ന് നിർബന്ധമില്ല. ഏറ്റിപ്പിക്കൽ പ്രസന്റേഷൻസ് വളരെ കോമൺ ആണ് പ്രായമായവരിൽ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ക്ഷീണമായിട്ടായിരിക്കാം, ചിലപ്പോൾ വെയിറ്റ് കുറയുന്നു, ചിലപ്പോൾ ഒരു കൈക്കും കാലിനും തരിപ്പ്, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻസ് പെട്ടെന്ന്, ഈ പഴുപ്പൊക്കെ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ പൊട്ടുക, പഴുപ്പ് വരെ, അത് ഹീൽ ചെയ്യുന്നില്ല, മുറിവുകളൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ ഹീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക, നമ്മുടെ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറവാണെന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോവുക, അതല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച കുറയുക, ഇങ്ങനത്തെ വേഗ് സിംറ്റംസ് ആയിട്ടും ഡയബറ്റീസ് പ്രായമുള്ളവരിൽ പ്രസന്റ് ചെയ്യാം. അപ്പം അക്കോർഡിംഗ് ടു അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, നമ്മൾ ഡയബറ്റീസ് എന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ HbA1c മോർ ദാൻ 6.5 ഉണ്ടെങ്കിലാണ് നമ്മൾ
ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇത് HbA1c നമ്മൾ നോക്കുന്നില്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നമുക്കൊരു 126 കൂടുതലുണ്ടെങ്കിൽ ഡയബറ്റീസ് ആകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ റാൻഡം ഗ്ലൂക്കോസ് മോർ ദൻ 200 ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇഫ് ആ പേഷ്യന്റിന് സിംറ്റംസ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ, അതല്ലെങ്കിൽ ഈ പോളിയൂറിയ, പോളിഫേജിയ, പോളിഡിപ്സിയ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസും പ്ലസ് പ്ലാസ്മ ഗ്ലൂക്കോസ് മോർ ദൻ 200 ഉണ്ടെങ്കിലും ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്തിട്ട് ഇഫ് 2 hours ആഫ്റ്റർ ഗിവിംഗ് ദ ഗ്ലൂക്കോസ് ചാലഞ്ച് മോർ ദൻ 200 ഉണ്ടെങ്കിലും നമുക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യാം. അപ്പം ഡയബറ്റീസിന് പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മെയിൻലി മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ആണ്. മാക്രോവാസ്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബ്ലഡ് വെസൽസിനെ അഫക്ട് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് ആണ് മാക്രോവാസ്കുലർ. അതായത് നമുക്ക് സ്ട്രോക്ക് വരാം, നമുക്ക് ചിലർക്ക് TIA വരാം, ചിലർക്ക് മെമ്മറി ഇമ്പയർമെന്റ് വരാം. കൂടുതൽ ഈ വാസ്കുലർ ഡിമെൻഷ്യ ഒക്കെ വരുന്നത് ഈ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റീസ് കൊണ്ടാണ്. ഹാർട്ടിലാണെങ്കിൽ അതായത് അറ്റാക്ക് ഉണ്ടാക്കാം. അപ്പം കൊറോണറി ഹാർട്ട് ഡിസീസ് ആണ്. നമുക്ക് ആ ചെറിയ അറ്റാക്സ് ഒക്കെ വരുന്നതും ഈ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. ഇത് കൂടാതെ നമ്മുടെ കാലിലോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കാം, കയ്യിലോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കാം. അപ്പം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് പെരിഫറൽ വാസ്കുലർ ഒക്ലൂസീവ് ഡിസീസ്, PVOD എന്ന് എല്ലാവരും കേട്ട് കാണുമല്ലോ. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങളും നമ്മളുടെ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുകയും, അപ്പം കാലിലൊരു മുറിവ് വന്നാൽ അത് ഉണങ്ങാതിരിക്കുകയും, പ്ലസ് രക്തയോട്ടം കുറവായതുകൊണ്ട് ചിലപ്പം ഗാംഗ്രീൻ ഉണ്ടാകാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ് ഇൻ ഒരു പേഷ്യന്റ് വിത്ത് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ്. അതുപോലെ തന്നെ ഇത് വലിയ വലിയ വെസൽസിനെ അഫക്ട് ചെയ്യുന്നതാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു വെസൽസിനെ അഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അതായത് റെറ്റിനോപ്പത്തി, നെഫ്രോപ്പത്തി, ന്യൂറോപ്പത്തി. ഈ റെറ്റിനോപ്പത്തി, നെഫ്രോപ്പത്തി, ന്യൂറോപ്പത്തി ഒക്കെ സാധാരണ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസിലാണ് വരുന്നത്. അതായത് 10 years ഓർ മോർ ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഈ നെഫ്രോപ്പത്തി, ന്യൂറോപ്പത്തി ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഡയബറ്റീസ് നല്ല കൺട്രോളിൽ വെക്കണം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് നഴ്സസ് ഓർ കെയർ ഗിവേഴ്സ് ഇൻ കെയറിംഗ് ഫോർ പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ് ആണല്ലോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഷുഗർ മോണിറ്റർ ചെയ്യണം പേഷ്യൻസിന്റെ. അതപ്പോ ഡെയിലിയോ എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല. ജനറലി അവരുടെ കൺട്രോൾ എങ്ങനെയാണ്, അവർ ആഹാരം കഴിക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇതുവരെ ചെയ്തിരിക്കുന്ന റെക്കോർഡ്സ്, അപ്പം ഇതുവരെ ഇതിനു മുമ്പ് ഷുഗർ നോക്കിയിരിക്കുന്നതൊക്കെ നമ്മളൊരു റിട്ടേൺ റെക്കോർഡായിട്ട് വെക്കുന്ന എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ പേഷ്യന്റ് കഴിക്കുന്ന മരുന്നുകളും എപ്പോഴും നമുക്കൊരു അപ്ഡേറ്റഡ് പ്രസന്റ് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റഡ് ലിസ്റ്റ് എല്ലാ പ്രാവശ്യവും ഏതൊരു ഡോക്ടറെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാലും പ്രസന്റ് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റഡ് ലിസ്റ്റ് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യുക, ഗ്ലൂക്കോമീറ്റർ വെച്ച് മോണിറ്റർ ചെയ്താൽ മതി. അപ്പം ഹൈപ്പോഗ്ലൈസീമിയ വരുന്നുണ്ടോ, ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹൈപ്പോഗ്ലൈസീമിയ എസ്പെഷ്യലി പ്രായമായൊരു, അത് ഒത്തിരി നാള് ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പം അവർക്ക് അതിന്റെ ക്ലാസിക് സിംറ്റംസ് ഇല്ലാതെയും ഹൈപ്പോഗ്ലൈസീമിയ പ്രസന്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് അത് നോക്കേണ്ടതും അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒത്തിരി അൺകൺട്രോൾഡ് ഷുഗേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ പോലും ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാം. അതുകൊണ്ട് അവർക്ക് പല പല പ്രശ്നങ്ങളും, ചിലപ്പോൾ സംടൈംസ് ദേ ഡോണ്ട് വേക്ക് അപ്പ് ഓൾസോ. ചിലപ്പോൾ സീഷർ ആകുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാകുന്ന ഈ ഷുഗർ കുറഞ്ഞു പോയതാണെന്ന്. അപ്പൊ അങ്ങനത്തെ ഇത് വരാതിരിക്കാനായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചിലർക്ക് വരുമ്പം കൺഫ്യൂഷൻ ഉണ്ടാകാം, ഭയങ്കര ഇറലെവന്റ് ടോക്സ് ചിലർക്ക് ഉണ്ടാകാം, ചിലർക്ക് ഒരു മറവി പോലെ പ്രസന്റ് ചെയ്യാം. ഏറ്റിപ്പിക്കൽ പ്രസന്റേഷൻ ആണ് പ്രായമായവരിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഹൈപ്പർ ഗ്ലൈസീമിയ ക്യാൻ ഓൾസോ പ്രസന്റ്. അത് സാധാരണ ഇപ്പം ഈ ടൈപ്പ് 1 ഡയബറ്റീസുകാർക്ക് പ്രസന്റ് ചെയ്യുന്നതിലും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ് പ്രായമായവരിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ക്ഷീണം, ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴായിരിക്കും ഷുഗർ ഭയങ്കര കൂടുതലാണെന്ന് നമ്മൾ അല്ലെങ്കിൽ അറിയുന്നത്. അതുകൊണ്ട്
ഇടയ്ക്ക് നോക്കുമ്പോൾ ഷുഗർ കൂടുതലാണോ കുറവാണോ അതോ ഒരു കൺട്രോളിലാണോ പോകുന്നതെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ എറ്റിപ്പിക്കൽ പ്രസന്റേഷൻസ് കോമൺ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ഷുഗർ ഉള്ള ഒരാൾക്ക് ഇപ്പം സാധാരണ അല്ലാത്തൊരു സ്വഭാവം എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒറ്റ ഷുഗർ ഒന്ന് ആ സമയത്തും കൂടി നമ്മളൊന്ന് നോക്കണം. നമുക്ക് ഗ്ലൈസിമിക് ടാർഗറ്റ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഷുഗർ നോക്കുമ്പോൾ കൺട്രോൾ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അപ്പൊ നമുക്ക് ഫാസ്റ്റിംഗ് ഷുഗർ നമുക്ക് 80 to 130 വരെയാണ് നമുക്ക് നോർമൽ. പക്ഷെ ജനറലി പ്രായമായവരാകുമ്പം നമുക്ക് 80 വരെയും പോകണ്ട, ഒരു 100 to 130 ആ റേഞ്ചിൽ നിന്നാൽ മതി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. 100ൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ അറിയിക്കണം, നമുക്ക് മരുന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ, സേഫർ ഓപ്ഷൻ. അപ്പം നോട്ട് ബിലോ 100, നോട്ട് അബവ് 130, അതാണ് നമ്മുടെ ഫാസ്റ്റിംഗിൽ നമുക്ക് വേണ്ടത്. പോസ്റ്റ് ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ ആഹാരത്തിന് ശേഷം നമ്മൾ എപ്പോൾ ചെക്ക് ചെയ്താലും അല്ലെങ്കിൽ റാൻഡം ഷുഗർ എപ്പോൾ ചെക്ക് ചെയ്താലും പ്രിഫറബ്ലി ലെസ് ദൻ 180, അപ് ടു 200 ആയാലും കുഴപ്പമില്ല, പക്ഷെ നോട്ട് മോർ ദൻ 200 ആ റേഞ്ചിൽ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കൂടാതെ നമുക്ക് HbA1c ടാർഗറ്റ്സ് ഉണ്ടല്ലോ, 3 മാസം കൂടുമ്പോഴുള്ള ഷുഗറിന്റെ ടാർഗറ്റ്. അപ്പം ഈ ടാർഗറ്റ്സും ഒക്കെ നമ്മൾ വെക്കുന്നത് ഈ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ടൈപ്പ് പേഷ്യൻസിൽ പല ടാർഗറ്റ്സ് ആണ്. അപ്പം യങ് അഡൾട്ട്സ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ലെസ് ദൻ 7 തന്നെ വെക്കണം. ഹെൽത്തി എൽഡർലി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലെസ് ദൻ 7.5 എങ്കിലും വെക്കണം. 7.5ൽ കൂടണ്ട. മൾട്ടിപ്പിൾ ഇൽനെസ്സസ് ഉള്ള ആൾക്കാർക്ക്, അതല്ലെങ്കിൽ ഭയങ്കര ഫ്രെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വീക്ക് ആയിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ ഇത്രയും ടൈറ്റ് ഷുഗർ കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്ക് പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയ പോകാനായിട്ടും വീഴ്ചകൾ വരാനായിട്ടും ഒക്കെയുള്ള റിസ്ക് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കും അതും അത്രയും അസുഖമുള്ളവർക്ക് ലൈഫ് എക്സ്പെക്ടൻസിയും പൊതുവെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഫർദർ ലോങ് ടേം കോംപ്ലിക്കേഷൻസിനെ പറ്റിയും അത്രയും ബോധേഡ് അല്ല. അങ്ങനെയുള്ളവരിൽ നമുക്ക് ഒരു ടാർഗറ്റ് HbA1c 8 to 8.5 വെച്ചാൽ മതി. കുറച്ച് ലീനിയന്റ് ആകാൻ പറ്റും അവരിൽ, പക്ഷെ 8.5 മുകളിലോട്ട് അപ്പോഴും പോകണ്ട. ഇതായിരിക്കും നമ്മുടെ ഷുഗർ ടാർഗറ്റ്സ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അവരുടെ മരുന്നുകൾ കൊടുക്കുന്നത് കറക്റ്റ് മരുന്നാണോ, അതിന്റെ ഡോസ് കറക്റ്റ് ആണോ. ചിലപ്പം നമ്മൾ പുതിയ മരുന്ന് വാങ്ങുമ്പോൾ ഡോസ് മാറാം, പിന്നെ ചിലപ്പം കളർ മാറാം, അങ്ങനെ പലതും മാറുമ്പോഴത്തേക്കും ചിലപ്പം പേഷ്യൻസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൺഫേം ചെയ്യണം സെയിം മരുന്നാണോ, സെയിം ഡോസ് ആണോ, കഴിക്കുന്ന സമയങ്ങൾ കറക്റ്റ് ആണോ. ഇഫ് പോസിബിൾ നമുക്ക് പിൽ ഓർഗനൈസേഴ്സോ അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് എടുത്ത് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പ്രായമായവർക്ക് മെഡിസിൻ മാനേജ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഇൻസുലിൻ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും കറക്റ്റ് ഡോസ് ആണോ എടുക്കുന്നത് എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഇൻസുലിൻ എടുക്കുന്ന രീതി കറക്റ്റ് ആണോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യണം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇൻസുലിൻ എങ്ങനെയൊക്കെ എടുക്കണ്ടേന്നുള്ള സ്റ്റെപ്സ് ഇൻസുലിൻ എടുക്കുന്നതിന്റെ? ഹലോ, ആരും കേൾക്കുന്നില്ലേ? നിങ്ങൾ എല്ലാരും എടുക്കുന്നുണ്ട്? അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുന്ന എങ്ങനെയാ? ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഉടനടി അത് എടുത്ത് പേഷ്യന്റിന് കൊടുക്കാൻ പാടില്ല. അതിന്റെ തണുപ്പ് വിടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇൻസുലിൻ ഡ്രോ ചെയ്ത് പേഷ്യന്റിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ഡ്രോ ചെയ്തിട്ട് ഹലോ, അതുപോലെ തന്നെ സെയിം സൈറ്റിലല്ല എല്ലാ ദിവസവും കൊടുക്കേണ്ടത്, സൈറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, യെസ്. പിന്നെ നമ്മള് ഇൻസുലിൻ എടുക്കുമ്പം അത് പൊക്കിളിൽ നിന്ന് എത്ര ദൂരത്തിലാണ് എടുക്കുക? അങ്ങനെയില്ലേ? പറഞ്ഞോളൂ. തീർച്ചയായിട്ടും മാം, അംബിലിക്കൽ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയിട്ട് വേണം എടുത്തു തുടങ്ങാനായിട്ട്. സാധാരണ 4 ഫിംഗർ ഗ്യാപ്പ് ഇടണം.
4 ഫിംഗർ വെച്ചിട്ട് ആ ഫിംഗറിന് ഇപ്പുറത്തായിട്ട് വേണം എടുക്കാനായിട്ട്. അത് കൂടാതെ വേറെ എവിടെയൊക്കെയാണ് നമ്മൾ ഇൻസുലിൻ കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് അബ്ഡോമനിൽ കൊടുക്കാം, 2 കൈകളുടെ ഇതിനകത്ത് കൊടുക്കാം, അതായത് ഡെൽറ്റോയുടെ ഏരിയയിൽ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മള് തൈസിൽ കൊടുക്കാറുണ്ട്. യെസ്. അപ്പം പ്രിഫറബിൾ തൈസും അബ്ഡമനും ആണ്. ഇത് രണ്ടും പറ്റാത്തപ്പോൾ മാത്രം ഡെൽറ്റോയിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മളത് കൊടുക്കുന്നതിന്റെ ആംഗിൾ എങ്ങനെയായിരിക്കും? ഇഞ്ചക്ഷൻ എടുക്കുമ്പം anyone? Ma'am, 45 degree. ഇല്ല, യൂഷ്വലി 90 ഡിഗ്രീസിലാണ് നമ്മളിപ്പോ പേനയാണെങ്കിലും ഇതാണെങ്കിലും നമ്മൾ ആ ഒരു എന്തോ Subcutaneous പക്ഷെ അത് നമ്മുടെ ഇൻസുലിൻ സിറിഞ്ച് ചെയ്യുമ്പോഴത്തേക്കും 90 ഡിഗ്രീസിലല്ലേ കൊടുക്കുന്നത്? ഇഞ്ചക്ഷന്റെ പെന്നാണെങ്കിലും നമ്മൾ 90 ഡിഗ്രീസിലാണ് കറക്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ഇൻസുലിൻ്റെത്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് യു ജസ്റ്റ് കൗണ്ട് ഒരു 1 to 10 ഒന്ന് കൗണ്ട് ചെയ്തിട്ട് പുറത്തോട്ട് എടുക്കുക. ഐഡിയലി ഇൻസുലിനോ ബ്ലഡോ ഒന്നും ആ ഏരിയയിൽ വരാൻ പാടില്ല. പ്ലസ് ആ സ്കിന്നിന് ചേഞ്ചസ് ഒന്നും നോർമലി വരാറില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ഇൻസുലിൻ എടുക്കുന്നതെങ്കിൽ ലോങ് ടേം ഇൻസുലിൻ എടുത്താലും സ്കിൻ ചേഞ്ചസ് പൊതുവെ കാണാറില്ല. അപ്പൊ ബ്രൂസിങ്ങോ അതല്ലെങ്കിൽ അവിടെ ചിലയിടങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ കറുത്ത് വരികയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാരണ കറക്റ്റ് ആയിട്ടാണ് ഇൻസുലിൻ എടുക്കുന്നതെങ്കിൽ കാണാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ നോക്കുന്ന അവര് എടുക്കുന്ന ഇഞ്ചക്ഷൻ സൈറ്റ്സ് നമ്മൾ നോക്കണം. ഇൻ കേസ് അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, അവരെടുക്കുന്ന കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അവരെടുക്കുന്ന ഡോസ് കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അവരുടെ മെമ്മറിയും നമ്മൾ പറ്റുമ്പോൾ ഒന്ന് അസസ് ചെയ്യണം. മെമ്മറി അസസ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം അറിയാതെ അവർ ഡബിൾ ഡോസ് എടുക്കുന്നുണ്ടോ, മറന്നു പോകുന്നുണ്ടോ മരുന്ന് എന്നൊക്കെ ഉള്ളതും കൂടി നമുക്ക് ഈ പിൽസ് കൗണ്ട് ചെയ്താലും ഒക്കെ മനസ്സിലാകാൻ പറ്റും. അപ്പം ആ രീതിയിൽ നമ്മളൊരു ഡബിൾ ചെക്ക് ചെയ്തിരിക്കണം. പ്ലസ് നമുക്ക് കിഡ്നി ഫംഗ്ഷൻ ഒക്കെ അറ്റ്ലീസ്റ്റ് once in 6 months എങ്കിലും കിഡ്നി ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ പേഷ്യൻസിനെ നോക്കിപ്പിക്കണം. ഇപ്പം ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ ഡോക്ടർ ഒരു മരുന്നും ഇന്ന രീതിയിൽ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ടാകാം. പക്ഷെ ചിലപ്പം പേഷ്യന്റ് അത് എടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറെ മരുന്നുകളുണ്ട്, അപ്പൊ അതുകൊണ്ട് പേഷ്യന്റ് അത് കഴിക്കുന്നില്ല, ഇത് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഗുളികകളുടെ സൈസ് കൂടുതലാണ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. എസ്പെഷ്യലി ചിലർക്ക് ഈ മെറ്റ്ഫോമിൻ അങ്ങനത്തെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര അസിഡിറ്റി ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പ്രാക്ടിക്കലി അവർക്ക് ആ മരുന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മ്യൂട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീൽസ്, ആഹാരം അവര് കറക്റ്റ് സമയത്താണോ കഴിക്കുന്നത്, മീൽ സ്കിപ്പ് ചെയ്യാറുണ്ടോ, കഴിക്കുന്നത് എന്താണ്, ബാലൻസ്ഡ് ആണോ അതിന്റെ പോർഷൻസ്, ആഡിക്വേറ്റ് പ്രോട്ടീൻസ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ എൻഷുർ ചെയ്യണം. ഒരു ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുമ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് വേണമെങ്കിലും ഇഡ്ലി, ദോശ, ചപ്പാത്തി അതെല്ലാം കഴിക്കാം. പക്ഷെ അതിന് ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പകുതി പ്ലേറ്റ് നമുക്ക് ഒന്നെങ്കിൽ വെജിറ്റബിൾസോ കറിയോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കണം. കുറച്ച് കാൽഭാഗമായിരിക്കണം നമ്മുടെ അന്നജം, അതായത് ഇപ്പൊ ഇഡ്ലി ആണെങ്കിലും പുട്ടാണെങ്കിലും എന്താണെങ്കിലും കുറച്ചായിരിക്കണം. ആ രീതിയിൽ അവരുടെ പ്ലേറ്റ് ബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പം പുട്ടും പഴവും പറ്റത്തില്ല, രണ്ടും കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് വരും.
പുട്ടും കടലയും പുട്ടും ചെറുപയറും അതൊക്കെ ഓക്കെയാണ്. അപ്പൊ ആ രീതിയിൽ ഓരോ ആഹാരം അവർ കഴിക്കുന്നത് അങ്ങനെയാണോ എന്നുള്ളത് നോക്കുക. പ്ലസ് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആണ് ബെറ്റർ ഡയബറ്റിക് പേഷ്യൻസിന്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം രാവിലെ, കുറച്ച് ഭാഗം ഒരു 11 മണിക്ക് കഴിക്കുകയാണെങ്കിൽ ഷുഗേഴ്സ് കുറച്ചുകൂടി ബെറ്റർ കൺട്രോളിൽ പോകും. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, കൂടുതൽ കറികളിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ വേണ്ട, ഏത്തപ്പഴം അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട. പിന്നെ ബാക്കി പച്ചക്കറികള്, മീന്, മുട്ട അതൊക്കെ കഴിക്കാം. അപ്പം അതെല്ലാം ആയിട്ട് ലഞ്ച് കഴിക്കുക. 4 മണിക്ക് പിന്നെയും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോഴും നമുക്ക് മൈദ വേണ്ട. അപ്പൊ ബ്രെഡ്, ബിസ്ക്കറ്റ്, ബണ്ണ്, റസ്ക്, ബേക്കറി ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂടാതെ നമുക്ക് ആ സമയത്ത് അറ്റ്ലീസ്റ്റ് കഴിക്കാവുന്ന എന്തെങ്കിലും, ഇപ്പം ചെറുപയറ്, വൻപയറ്, അതല്ലെങ്കിൽ മില്ലറ്റ്സിന്റെ ദോശ, ചെറുപയറ് ദോശ, അല്ലെങ്കിൽ ഓട്സ്, റാഗി, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഈ 4 മണി സമയത്ത് കഴിക്കാവുന്നതാണ്. ഡിന്നർ അതുപോലെ പ്രിഫറബ്ലി റൈസ് ആകരുത്, അത് ഗോതമ്പോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ അതിന്റെ കൂടെ കറികളും സാലഡ്സും വരുന്ന രീതിയിലായിരിക്കണം ഡിന്നറും. അങ്ങനത്തെ രീതിയിൽ ഒരു ബാലൻസ് ഡയറ്റ് ആയിട്ട് ഓരോ പോർഷനും ചെല്ലുന്നുണ്ടോ, കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ, ആഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ. ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ആവശ്യമില്ല. പ്രായമായവർക്ക് ജനറലി ഒരു 1.5 to 2 ലിറ്റേഴ്സ് വെള്ളം മതി ഒരു ദിവസം. അപ്പൊ ആ 1.5 to 2 ലിറ്റർ വെള്ളമായിട്ട് മാത്രമല്ല, വെള്ളം, ചായ, കാപ്പി എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ 2 ലിറ്റർ. അപ്പൊ ഈ 1.5 to 2 ലിറ്റർ വെള്ളം മാക്സിമം ഒരു 6 മണിക്ക് മുമ്പേ കുടിക്കുന്നതാണ് നല്ലത്. 6 മണിക്ക് ശേഷം കഴിവതും ഫ്ലൂയിഡ്സ് റെസ്ട്രിക്ട് ചെയ്യാം. അപ്പൊ ഈ രാത്രിയിലത്തെ ഈ പോളിയൂറിയയും നൊക്ട്യൂറിയയും ഒക്കെ കുറെ കുറഞ്ഞിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അവർക്ക് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ് വരുന്നുണ്ടോ, കഴിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, വെയിറ്റ് ലോസ് വരുന്നുണ്ടോ, ഡീഹൈഡ്രേഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പം ഈ പോർ ആപ്പറ്റൈറ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഈ ഡീഹൈഡ്രേഷനും കാര്യങ്ങളും ഒക്കെ ചിലപ്പം ഒരു ഇൻഫെക്ഷനോ എന്തെങ്കിലും പെട്ടെന്ന് വരുന്നതിന്റെ ഒരു സൈനും കൂടി ആകാൻ സാധ്യതകളുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രായം ആയവർ എസ്പെഷ്യലി നമുക്ക് ഷുഗേഴ്സ് കുറഞ്ഞ് വീഴാനായിട്ടും ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമുക്ക് ഡെയിലി എക്സസൈസ്, ഫോൾ പ്രിവെന്റീവ് എക്സസൈസസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രായമായവരിൽ, എസ്പെഷ്യലി വിത്ത് ഡയബറ്റീസ്. അപ്പം അങ്ങനെയുള്ളവരിൽ ഇടുന്ന ചെരുപ്പുകൾ നല്ല ചെരുപ്പുകളാണോ, അതും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രഷർ ഒരു പോയിന്റിൽ വരാത്ത രീതിയിലത്തെ ചെരുപ്പാണോ, സോഫ്റ്റ് സോൾസ് ആണോ, ബാക്കിൽ സ്ട്രാപ്പ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെരുപ്പിന്റെ കാര്യത്തിൽ വരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ വീഴാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ, സ്റ്റെപ്സ് ഉണ്ടോ, പടിയുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ, ചവിട്ടികളുണ്ടോ, ചവിട്ടികളുണ്ടെങ്കിൽ അത് ഒത്തിരി ഉണ്ടെങ്കിൽ കുറെയൊക്കെ ഒഴിവാക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ളിടത്ത് അറ്റ്ലീസ്റ്റ് നോൺ സ്ലിപ്പ് ആയിട്ടുള്ള അടിയിൽ റബ്ബർ വരുന്ന പോലത്തെ ചവിട്ടികൾ യൂസ് ചെയ്യാനായിട്ട് പറയണം. ക്ലട്ടറിങ് ഒഴിവാക്കണം വീടുകളിൽ. ഇത് കൂടാതെ നമുക്ക് ഈ ഷുഗറിന് പോകുന്നതിന് മുമ്പൊക്കെ ഒന്ന് വാക്കിനൊക്കെ പോകുന്നതിന്, എക്സസൈസിന് മുമ്പായിട്ട് ഷുഗർ ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറവാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് പാലോ എന്തെങ്കിലും കുടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷുഗർ കുറഞ്ഞു പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ഷീണം, ഡിസിനസ്, വീക്ക്നെസ് ഒക്കെ വരാം, പിന്നെ വീഴ്ചകൾ വരാം. അപ്പൊ അതുകൊണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകൾ വരാതിരിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഫുഡ് കെയർ, കാല് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രായമായവരില് വിത്ത് ഡയബറ്റിക്സ്. കാരണം എസ്പെഷ്യലി ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ന്യൂറോപ്പത്തി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെൻസേഷൻസ് കാലിന്റെ കുറവായിരിക്കും. അപ്പം ചെറിയ മുറിവുകള്, വേദന, ടെമ്പറേച്ചർ ചേഞ്ച്, ഇതൊന്നും ഇവര് അറിഞ്ഞിരിക്കത്തില്ല അൺലെസ് നോക്കിയാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി കാല് നോക്കണം. അപ്പം ചിലപ്പം പ്രായമായവർക്ക് സ്വന്തം കാലിൽ നോക്കാനായിട്ട് പോലും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നോക്കി കൊടുക്കണം. സ്കിൻ കളർ നോർമൽ ആണോ, ടെമ്പറേച്ചർ നോർമൽ ആണോ, ബോത്ത് ലെഗ്സിന്റെ എന്തെങ്കിലും സ്വെല്ലിങ്സോ, കട്ട്സോ, അൾസേഴ്സോ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡെയിലി നോക്കണം. കാലിന്റെ എന്നല്ല, ഈ വിരലുകളുടെ ഇടയിൽ വെള്ളം തങ്ങി നിൽക്കരുത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരും ഡയബറ്റിക് പേഷ്യൻസിൽ. അപ്പൊ അതുകൊണ്ട് കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇനി വിരലുകളുടെ ഇടയിലും
നന്നായിട്ട് തുടയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും മുറിവ് ഉണ്ടായാൽ അത് ഹീൽ ചെയ്യാനായിട്ട് സമയം എടുക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. ഓൾസോ എന്താ കഴിവതും ചെരുപ്പില്ലാതെ എങ്ങും വീടിനകത്തോ പുറത്തോ നടക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെമ്മറി ഇമ്പയർമെന്റും വളരെ കോമൺ ആണ് പ്രായമായതില്. അപ്പം അതുകൊണ്ട് നമ്മള് മെമ്മറി അസസ്മെന്റ് അറ്റ്ലീസ്റ്റ് ഒരു വൺസ് എ ഇയർ മെമ്മറി അസസ്മെന്റ് ചെയ്യുന്നത് നല്ലതാണ് പ്രായമായതില്. അത് കൂടാതെ നമുക്ക് മരുന്നുകൾ സ്വന്തമായിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ ഇതുവരെ കുഴപ്പമില്ലായിരുന്ന ആൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരാം. അപ്പൊ ഉടനെ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യണം. ചിലപ്പം ഹൈപ്പർഗ്ലൈസീമിയയിലോ ഹൈപ്പോഗ്ലൈസീമിയയിലോ അതല്ലെങ്കിൽ ഈ ഷുഗർ കാരണം നമുക്ക് പെട്ടെന്ന് വേറൊരു ഇൻഫെക്ഷൻ വന്നാലോ ഒക്കെ ഈ ഒരു കൺഫ്യൂഷൻ പ്രസന്റ് ചെയ്യാം. അപ്പൊ അത് നമ്മൾ വാച്ച് ഔട്ട് ചെയ്യണം. കൂടാതെ ഇപ്പം ഡിപ്രഷൻ, സോഷ്യൽ വിത്ഡ്രോവൽ, അതും പ്രായമായതിൽ വളരെ കോമൺ ആണ്. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അലേർട്ട് ആകണം, ഫാമിലിനെ അലേർട്ട് ചെയ്യണം. കാഴ്ച, കേൾവി, ഇതൊക്കെ പ്രായം കൂടും തോറും കൂടുതൽ ഇമ്പോർട്ടന്റ് ആകുന്ന കാര്യങ്ങളാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചനെയൊക്കെ നന്നായിട്ട് ഷുഗർ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വൺസ് ഇൻ എ ഇയർ നമ്മുടെ വിഷൻ ഹിയറിങ്ങിന്റെ മോണിറ്ററിങ്ങും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. കാണാനായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഒരു വിഷൻ ചെക്ക് മാത്രമല്ല, റെറ്റിനോപ്പത്തി അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം റെറ്റിനോപ്പത്തി പ്രോഗ്രസ് ചെയ്യാതെ നമ്മൾ അത് ലേസറൊക്കെ വെച്ച് മാനേജ് ചെയ്താൽ വി ക്യാൻ പ്രിസർവ് ദ വിഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൽ ബി മോർ പ്രോൺ ഫോർ ഫോൾസ്, ദെൽ ബി മോർ പ്രോൺ ഫോർ ഡിപ്പെൻഡൻസി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമുക്ക് ഈ പ്രായമാർക്ക് പൊതുവെ കുറച്ച് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് തന്നെ അവര് നടക്കുന്ന വഴികളിലും ഒക്കെ എപ്പോഴും നല്ല വെട്ടവും വെളിച്ചവും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. എസ്പെഷ്യലി രാത്രിയിൽ ബാത്റൂമിൽ പോകുന്ന ആ ഏരിയയിലും ഒക്കെ ആ സമയത്ത് നന്നായിട്ട് വെട്ടവും വെളിച്ചവും ഉള്ള രീതിയിലോട്ട് നമ്മൾ മോഡിഫൈ ചെയ്യണം. ഇത് കൂടാതെ നമുക്ക് ഷുഗർ പേഷ്യൻസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ് യൂറിനറി ഇൻഫെക്ഷൻസ്, റിക്കറന്റ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, റിക്കറന്റ് ഫീവേഴ്സ്. പിന്നെ നമ്മുടെ സ്കിൻ ഫോൾസിൽ, എസ്പെഷ്യലി ഗ്രോയിൻ ഏരിയയില്, ഈ വിരലുകളുടെ ഇടയില്, പ്രഷർ പോയിന്റ്സിൽ, ഇവിടെയൊക്കെ പെട്ടെന്ന് സോഴ്സും അൾസേഴ്സും ഇൻഫെക്ഷൻസും ഒക്കെ വരാനായിട്ട് കൂടുതൽ സാധ്യതകളാണ്. ഫംഗൽ ഇൻഫെക്ഷനും വളരെ കോമൺ ആണ് ഡയബറ്റിക് പേഷ്യൻസിൽ. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് ലുക്ക് ഫോർ സച്ച് ഏരിയസ്. ഒരു കംപ്ലൈന്റ് പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ഏരിയയിൽ ഇടയ്ക്കൊന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഷുഗർ എങ്ങാനും കൂടി വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സമയത്ത് ഷുഗേഴ്സ് കൂടാൻ നല്ല സാധ്യതയാണ്. അപ്പം ആ ഒരു ഇൻഫെക്ഷൻ ഉള്ള പീരിയഡിൽ ചിലപ്പോൾ നമുക്ക് ഷുഗറിന്റെ മരുന്ന് കൂട്ടേണ്ടി വരും. പിന്നെ ഇൻഫെക്ഷൻ കുറയുന്ന സമയത്ത് നമുക്ക് കുറയ്ക്കാനായിട്ടും പറ്റും. പിന്നെ ബെഡ് സോർ ഇപ്പം നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ബെഡ് സോർ ഒന്നും വരാതെ ശ്രദ്ധിക്കണം. കാരണം ബെഡ് സോർ വന്നാലും അതിന്റെ ഹീലിംഗ് വളരെ മോശമായിരിക്കാൻ സാധ്യതയുണ്ട് ഡയബറ്റിക് പേഷ്യൻസിന്. ഇത് കൂടാതെ ഷുഗർ ഉള്ള ഒരു വ്യക്തിക്ക് മിക്കവാറും പ്രഷറും വേറെ ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വൺസ് ഇൻ എ വൈൽ നമ്മൾ വൺസ് ഇൻ എ വൈൽ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ നോക്കണം. കയ്യിലോ കാലിലോ നീരോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. യൂറിനിൽ എന്തെങ്കിലും കളർ ചേഞ്ച് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രായം കൂടും തോറും ഷുഗർ ഉള്ളത് നമ്മുടെ ഒരു ഹാർട്ടിന് പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള ഒരു മുന്നോടിയായിട്ട് കൂടി നമുക്ക് ഷുഗറിനെ കണക്കെടുക്കാം. പിന്നെ ഇൻ കേസ് ഷുഗർ ഉള്ള ഒരു പേഷ്യന്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആകുന്നു, ഫിക്സ് വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കോൾ ഫോർ ഹെൽപ്പ്. കാരണം ചിലപ്പോൾ അവരങ്ങനെ അത് കോമയിലോട്ട് വരെ പോകാൻ സാധ്യതയുണ്ട്. ഗ്ലൂക്കോമീറ്റർ എപ്പോഴും വീട്ടിലുണ്ടാകണം ഡയബറ്റിക്സ് ഉള്ള ഒരാൾക്ക്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷുഗർ നമ്മൾ നോക്കണം. ഷുഗർ കുറവാണെങ്കിൽ പ്രിഫറബിളി IV ആയിട്ട് തന്നെ നമ്മൾ ഗ്ലൂക്കോസ് കൊടുക്കണം. ഒരു
ബോധം ഉള്ള ഒരവസ്ഥയിലാണെങ്കിൽ നമുക്ക് വായിക്കൂടി കൊടുക്കാം. പക്ഷെ ഇപ്പൊ ഫുള്ളി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ വായിക്കൂടി എന്തെങ്കിലും, അപ്പം ഷുഗർ കുറഞ്ഞു എന്ന് അറിഞ്ഞു പെട്ടെന്ന് നമ്മൾ വായിക്കൂടി എന്തെങ്കിലും കൊടുത്താലും ആസ്പിറേഷൻ ഉള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പക്ഷെ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വായിക്കൂടി ആണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഗ്ലൂക്കോസോ എന്തെങ്കിലും വായി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞതാണെങ്കിൽ അത് കൂടാനായിട്ട് സഹായിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഷുഗേഴ്സ് കുറയുന്നു, അങ്ങനെ വരികയാണെങ്കിലും ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സിനെ അറിയിക്കണം, മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം റിപ്പീറ്റഡ് ഹൈപ്പോഗ്ലൈസിമിയ ഒരു വലിയ റിസ്ക് ഫാക്ടറാണ് ഫോർ ഫോൾസ്, ഫോർ ഈ സീഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനായിട്ടും ഒക്കെ ഭയങ്കര സാധ്യതകളാണ്. അപ്പൊ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. പിന്നെ പെട്ടെന്ന് കൺഫ്യൂഷനോ അല്ലെങ്കിൽ ബിഹേവിയർ ചേഞ്ച് വന്നാലും ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചിലപ്പം അതൊരു സ്ട്രോക്ക് ആകാം, ചിലപ്പം അതൊരു ഇൻഫെക്ഷൻ ആകാം, ചിലപ്പോൾ അത് ഒരു TIA ആയിരിക്കാം. എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് അതിനെ ചികിത്സിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതുകൊണ്ട് സഡൻ കൺഫ്യൂഷനോ ബിഹേവിയർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. വോമിറ്റിങ്ങോ ഇനബിലിറ്റി ടു ഈറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഷുഗറിന്റെ മരുന്നുകൾ ആ സമയത്തേക്ക് കൊടുക്കരുത്. ആൻഡ് അറ്റ് ദ ഏർലിയസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഛർദില് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷുഗർ കുറഞ്ഞും പോകും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഈ സിറ്റുവേഷൻസിലൊക്കെ. പിന്നെ സ്ട്രോക്കിൻ്റെതായിട്ട് ഇപ്പൊ കയ്യോ കാലിനോ വീക്ക്നെസ്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. നെഞ്ചുവേദന ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇപ്പം ചില ദിവസങ്ങളിൽ ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റ് ഇപ്പൊ 40 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യന്റ് ഇന്നിപ്പം വയ്യ, അതുകൊണ്ട് ഇപ്പൊ ആഹാരം കഴിക്കുന്ന കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസുലിൻ കംപ്ലീറ്റ്ലി നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഷുഗർ ഒന്ന് നോക്കണം. ഷുഗർ നോക്കിയിട്ട് അതിനനുസരിച്ച് അറ്റ്ലീസ്റ്റ് കുറഞ്ഞ ഡോസിലാണെങ്കിലും ഇൻസുലിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ടാബ്ലറ്റ്സ് കഴിക്കുന്ന പേഷ്യൻസിന് ഇപ്പം തീരെ ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് തൽക്കാലം വിത്ത്ഹോൾഡ് ചെയ്തിട്ട് ഷുഗർ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സിക്ക് ആയിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 3 നേരം ഷുഗർ നോക്കുന്നത് നല്ലതായിരിക്കും. അഡിക്വേറ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഉറപ്പ് വരുത്തണം. ഓവർ ഹൈഡ്രേഷൻ വേണ്ട, കാരണം ഓവർ ഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഹൈപ്പോനെട്രീമിയ അങ്ങനത്തെ പ്രശ്നങ്ങളും വരും. പക്ഷെ ഒരു 1.5 to 2 liters കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരിക. പിന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിക്കുകയാണെങ്കിൽ എപ്പോഴും മെഡിക്കൽ ഹെൽപ്പ് നേരത്തെ എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് ദർ ഇസ് ലെസ് കോംപ്ലിക്കേഷൻസ്. പേഷ്യൻസിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി മെഡിക്കേഷൻ അഡ്ഹറൻസ്, അതായത് മരുന്ന് സമയത്ത് കഴിക്കണം. ഡയറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണം, ഡയറ്റ്, എക്സസൈസ്, ഈ 2 കാര്യങ്ങളാണ് ഇതിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പൊ അതില്ലാതെ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഇല്ലാതെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് മാറ്റാനായിട്ടോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, ഡയറ്റ് ചേഞ്ച്, ഇതൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസും നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് സെൽഫ് മോണിറ്ററിങ്, അതിനായിട്ട് ഗ്ലൂക്കോസ് വെച്ച് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ടാർഗറ്റ്സ്, ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓൾസോ ഇത് ഫോളോ അപ്പ് വിസിറ്റ്സിന്റെ ചെക്കപ്പിന്റെ ഇമ്പോർട്ടൻസും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. ഏതൊരു പേഷ്യന്റിനും എപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടോ, അതായത് HbA1c ഇപ്പൊ 6.5 കുറവാണെങ്കിൽ നമുക്ക് മരുന്ന് കുറയ്ക്കാം, കാരണം അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ കൂടുതലായിരിക്കും. അങ്ങനെ ഹൈപ്പോഗ്ലൈസീമിയ റിസ്ക് കൂടുതലാണോ, പോളിഫാർമസി ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന് മോഡിഫൈ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കണം. പോളിഫാർമസി എന്ന് പറഞ്ഞാൽ ഒരു 5 കൂടുതൽ മരുന്ന് ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഷ്യന്റുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഏതെങ്കിലും മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുണ്ടോ ടു പ്രിവെന്റ് പോളിഫാർമസി എന്നുള്ളത് തിരക്കണം. കാരണം പല ഡോക്ടേഴ്സ്, പല സ്പെഷ്യലിസ്റ്റ് പലയിടത്തുനിന്ന് പല മരുന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ ചിലപ്പോൾ ആ പേഷ്യന്റ് കുറെ മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ ജെറിയാട്രിക്സ് കൺസൾട്ടേഷൻ എടുക്കണം. അപ്പം നമുക്ക് ആ പോളിഫാർമസി കുറയ്ക്കാൻ പറ്റും. ടു ജസ്റ്റ് വാട്ട് ഈസ് നീഡഡ്, ആ ലെവലിലോട്ട് കഴിവതും മരുന്ന് കുറച്ചിരിക്കുന്നതാണ് പ്രായവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ പേഷ്യൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വലൈസ് ടാർഗറ്റ്സ് ആണ്. അപ്പൊ പ്രായവും ആരോഗ്യവും വെച്ചിട്ട് വേണം നമ്മൾ കണക്കെത്തി ഈ പേഷ്യന്റിന് ഇന്ന ടാർഗറ്റ് HbA1c വെച്ചാൽ മതി എന്നൊക്കെ തീരുമാനിക്കും. ഫങ്ഷണൽ അസസ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് ആണോ ആള് എന്നുള്ളതിന്
ബേസ് ചെയ്തിട്ടിരിക്കും നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് ഒരു ഷുഗർ ചാർട്ടിങ് നിങ്ങൾ നോക്കുന്ന ഷുഗർ പേഷ്യൻസിന്റെ ചാർട്ട്, മെഡിക്കൽ റെക്കോർഡ്സ് അതൊക്കെ കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ചാർട്ട് ചെയ്യണം. പിന്നെ പല സിറ്റുവേഷൻസിൽ ഇപ്പം ചില ഡയബറ്റിക് പേഷ്യൻസിന് ന്യൂറോപ്പത്തി ഉണ്ടാകാം, നെഫ്രോപ്പത്തി ഉണ്ടാകാം, റെറ്റിനോപ്പത്തി ഉണ്ടാകാം, പോളിഫാർമസി ഉണ്ടാകാം, പല പല പ്രശ്നങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്നതുകൊണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ സമയം പേഷ്യന്റുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് ലയസം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡോക്ടറെ കാണൂ, എന്നിട്ട് ഇത് കറക്റ്റ് ആക്കണം. അപ്പൊ അടുത്ത ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും യു ക്യാൻ ടെൽ ആ ഡോക്ടറെ കണ്ടിരുന്നു, അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പേഷ്യന്റും നമ്മുടെ ഡോക്ടേഴ്സും ആയിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ടും നമ്മുടെ കെയർ ഗിവേഴ്സ് വർക്ക് ചെയ്യണം. അപ്പം കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ആരെയൊക്കെ കാണണം. അതിനായിട്ടൊക്കെ ഒരു പർട്ടിക്കുലർ ഡിസിപ്ലിനിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പേഷ്യന്റിനുണ്ട്, ഇൻക്ലൂഡിങ് ഇപ്പം ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനായിരിക്കാം, അതല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാനായിട്ടായിരിക്കാം, അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ കൺവേ ചെയ്യാനായിട്ടും നമ്മുടെ നഴ്സസിന് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിന് പറ്റേണ്ടതാണ്. അപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻസിന്റെ കെയറിൽ നഴ്സസ് ഓർ കെയർ ഗിവേഴ്സ് പ്ലേ എ വെരി സെൻട്രൽ റോൾ. എപ്പോഴും ഏർലി ഡിറ്റക്ഷൻ, അതിപ്പം ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഷുഗർ ആണെങ്കിലും ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും നേരത്തെ നമുക്കത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പഠിപ്പിക്കണം പേഷ്യൻസിനെ, ബൈസ്റ്റാൻഡേഴ്സിനെ എല്ലാവരെയും പഠിപ്പിക്കണം. ഷുഗർ എങ്ങനെ മാനേജ് ചെയ്യാം, എന്തുകൊണ്ട് കൺട്രോൾ അല്ല, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുക്കണം. ഡയറ്റ്, എക്സസൈസ് അത് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഡയറ്റും എക്സസൈസും മസ്റ്റ് ആയിട്ട് ചെയ്യിപ്പിച്ചിരിക്കണം. ഇൻഡിവിജ്വലൈസ് ടാർഗറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ലൈഫ് എക്സ്പെക്ടൻസി ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ഫ്രെയിൽ അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ളവരുടെ അടുത്ത് നമ്മൾ ഭയങ്കര ടൈറ്റ് ഡയബറ്റിക് മാനേജ്മെന്റുമായിട്ട് ചെല്ലരുത്. അവർക്ക് നമുക്കൊരു കുറച്ചൊരു ഫ്രീ ഇത് കൊടുക്കാം. അപ്പൊ ഒരു ലെസ് ദൻ ഒരു 8 to 8.5 റേഞ്ചിൽ ഷുഗർ മാനേജ് ചെയ്താൽ മതിയായിരിക്കും. ഹെൽത്തി എൽഡർലി ആണെങ്കിൽ ലെസ് ദൻ 7.5. ഇപ്പം യങ് അഡൾട്ട്സ് ഒക്കെ ആണെങ്കിൽ ലെസ് ദൻ 6.5 അല്ല ലെസ് ദൻ 7 ആണ് നമ്മുടെ ടാർഗറ്റ്സ്.